ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈ വിത്ത് ഷാവുൽ. ഫ്ലൈ വിത്ത് ഷാവുലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് സ്ലൊവേനിയ എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാവരോടും, അതായത് എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ വരുന്നവർ ചോദിക്കാറുണ്ട്, പുതിയ ആളുകളോട് സംസാരിക്കുമ്പോൾ ഒക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ലൊവേനിയ മാത്രം ചെയ്യുന്നത്, എന്താണ് സ്ലൊവേനിയയുടെ പ്രത്യേകത എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ലൊവേനിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ലൊവേനിയ യൂറോപ്പിൽ ഷെങ്കനിൽ വരുന്ന ചെറിയൊരു കൺട്രിയാണ്. അതായത് വൺസ് നിങ്ങൾക്ക് സ്ലൊവേനിയയിലേക്കുള്ള വിസ നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 29 കൺട്രി, ഷെങ്കനിൽ വരുന്ന മറ്റ് 29 കൺട്രിയിലേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഈസിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്ലൊവേനിയയിലെ വർക്ക് പെർമിറ്റ് അല്ല വരുന്നത്, സിംഗിൾ പെർമിറ്റ് പ്ലസ് റെസിഡൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് മറ്റ് കൺട്രീസിൽ ഇപ്പം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്രൊയേഷ്യ അല്ലെങ്കിൽ പോളണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടുപരിചരിച്ചൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ആ കമ്പനി നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നു, വീണ്ടും നിങ്ങൾ അഗെയിൻ VFS എടുത്ത് VFSൽ സ്ലോട്ട് എടുത്ത് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ സ്ലൊവേനിയക്ക് എന്താണ് മാറ്റം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലൊവേനിയയിൽ നിങ്ങളൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്നത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങൾ എന്താണോ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, അത് നേരെ മിനിസ്ട്രിയിലേക്ക് അയക്കുന്നു. മിനിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് സ്ലോട്ട് ഡയറക്റ്റ് വരുന്നത് എംബസിയിലേക്കാണ്. നിങ്ങൾ D കാറ്റഗറി വിസ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് വർക്ക് വിസ ചെയ്യുന്നവരാണെങ്കിൽ, ലീഗലായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് സ്ലൊവേനിയ വിസ പ്രോസസ്സ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളിൽ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ ചെയ്യുന്നതാണെങ്കിൽ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ നേരെ മിനിസ്ട്രിയിലേക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്. മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിസ്ട്രിയിൽ നിന്നാണ് നിങ്ങളുടെ ഡേറ്റ് വരുന്നത്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ നിങ്ങൾ വെച്ച ഡോക്യുമെൻറ്റ്സ് മിനിസ്ട്രിയിൽ എത്തി കഴിഞ്ഞാൽ മിനിസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റ് ഡൽഹിയിലാണ് കോൺസുലേറ്റ് വരുന്നത്, സ്ലൊവേനിയ എംബസി. അങ്ങനെ സ്ലൊവേനിയ എംബസി ഡൽഹിയിലേക്കായിരിക്കും നിങ്ങളുടെ ബയോമെട്രിക്സിൻ്റെ ഡേറ്റ് വരിക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സ്ലൊവേനിയ എംബസി ഡൽഹിയിൽ പോയിട്ടാണ് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് സബ്മിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് TRC കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇവിടെ തന്നെ, അതായത് നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡിപ്പാർച്ചറിന് മുമ്പായിട്ട് നിങ്ങളുടെ TRC കാർഡ്, അതായത് ടെമ്പററി റെസിഡൻസ് കാർഡ് നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കാർഡ് വരുന്നു, നിങ്ങൾ ആ കാർഡുമായിട്ട് സ്ലൊവേനിയയിലേക്ക് ട്രാവൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഇത് രണ്ട് വേലാണ്. ഇപ്പോൾ സ്ലൊവേനിയൻ്റെ കേസിൽ കാർഡ് വരാത്തൊരു കേസുണ്ട്, നിങ്ങളുടെ വിസ നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് പോകുന്ന രീതിയുണ്ട്. അതിലാണ് നിങ്ങൾ എക്സ്പ്രസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, വലിയൊരു ഏജൻസിയാണ് നിങ്ങളെ പ്രോസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയൊരു കമ്പനിയാണ് നിങ്ങൾ ഹയർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിങ്ങളുടെ കാർഡ് കിട്ടുന്ന രീതിയിൽ എക്സ്പ്രസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ലൊവേനിയൻ്റെ കേസിൽ ഇതുപോലത്തെ ഈസി ആയിട്ട് പ്രോസസ്സിങ്, വിസ റിജക്ഷൻ്റെ ചാൻസ് എന്ന് പറഞ്ഞത് 99% വിസ റിജക്ഷൻ കുറവാണ്. എല്ലാവർക്കും സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്ലൊവേനിയ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ വളരെ മിനിമലാണ്. നിങ്ങൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വെക്കേണ്ട, നിങ്ങൾക്ക് എംബസി ത്രൂ ആണ് നിങ്ങളുടെ സബ്മിഷൻ വരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതർ ഷെങ്കൻ കൺട്രീസിൽ ഏറ്റവും ഈസി ആയിട്ട് ഒരു എൻട്രി എടുക്കാൻ പറ്റിയൊരു കൺട്രി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു ലൊക്കേഷൻ സ്ലൊവേനിയയാണ്. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂറോപ്പിൽ പോകണോ, നിങ്ങൾക്ക് നല്ലൊരു ജോബ് നോക്കണോ, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണോ, നല്ല സാലറിയിൽ വർക്ക് ചെയ്യണോ, നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു കൺട്രിയാണ് സ്ലൊവേനിയ. താങ്ക് യു.